ഞാനാണ് ഒരു ആരോപണം ഉന്നയിച്ചത്, ഖജനാവിൽ പൂച്ച പെറ്റുകയാണ്. അതെ, ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചു അത്, നിങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്ന്. മുഖ്യമന്ത്രി പറഞ്ഞു അത് സതീശൻ പറഞ്ഞു പറയുമല്ലോ. ഞാനത് പറയാൻ കാര്യം ഞാൻ കണക്കുകൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങേക്ക് അറിയാലോ, കഴിഞ്ഞ 25 വർഷമായിട്ട് സാമ്പത്തിക കാര്യങ്ങളാണ് ഞാൻ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എനിക്ക് ഖജനാവിൻ്റെ പൊസിഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം ഞങ്ങൾ ഇവർ തളർത്തിക്കളഞ്ഞ പൂച്ച പെറ്റ് കിടക്കുന്ന ഈ ഖജനാവിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതാണ്. ഒരു ഗവൺമെന്റിന്റെ പ്രൈം ഡ്യൂട്ടി എന്ന് പറയുന്നത് ഖജനാവ് നിറയ്ക്കുക. ഖജനാവ് നിറയ്ക്കാൻ എന്ത് ചെയ്യണം? അപ്പം മികച്ച ഞാൻ അതിന്റെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് ചോദിച്ചു, അതായത് ഈ പൂച്ച ഇനി അവിടെ പ്രസവിക്കാതിരിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തോ അജണ്ട ഉള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതാണ് പറയാം. ആ പൂച്ചയുടെ ശല്യം ഭയങ്കരമായിരിക്കും. ഞാൻ പറയുന്നത് ശല്യമായിരിക്കും. അവിടെയാണ് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവിൽ പണം കൊണ്ട് നിറക്കണം. ഖജനാവിന് നിറക്കണം, എക്സ്ട്രക്ടർ ഫില്ല് ചെയ്യണം. എന്ത് ചെയ്യണം? അതിന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്, എല്ലാത്തിനും ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. മികച്ച ധനകാര്യ മാനേജ്മെന്റ്, 2 പ്ലാൻഡ് ആയിട്ടുള്ള ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 3 കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഖജനാവിൻ്റെ ഒരു ചോർച്ചയുണ്ട്. ആ ചോർച്ച അടയ്ക്കാൻ 4ാമത് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഉൾപ്പെടെ ഇക്കോണമിയെ നമ്മൾ ഉത്തേജിപ്പിക്കണം. സ്റ്റിമുലസ് പാക്കേജുകൾ കൊണ്ടുവന്നിട്ട് ഇക്കോണമി ഉത്തേജിപ്പിക്കണം. ഈ 3ാമത്തെ കാര്യം ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ഈ GST വന്നു കേരളത്തിൽ. GST എന്ന് പറയുന്ന കൺസ്യൂമർ പോയിന്റിലാണ് ടാക്സ്. അതെ, കേരളം ആകേണ്ടിയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി വർധനവ് ഉണ്ടാകേണ്ട സംസ്ഥാനം. കാരണം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ 10% താഴെയാണ്. യഥാർത്ഥത്തിൽ ആ നികുതി ഭരണ സംവിധാനം കേരളത്തിൽ പുനഃസംഘടിപ്പിച്ചിട്ടില്ല. ശരിയായി അത് കൃത്യമായി പുനഃസംഘടിപ്പിച്ചാൽ ഒറ്റ വർഷം 30%-ലധികം നികുതി വർധനവുണ്ടാവും. ഞാനൊരു കാര്യം നിയമസഭയിൽ പറഞ്ഞു, നിങ്ങൾ IGST, അതായത് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയി ഒരു സാധനം മേടിക്കുന്നു, അവിടെ നികുതി കൊടുക്കുന്നു, അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, ഇവിടെ നികുതി കൊടുക്കുന്നു. ഇത് രണ്ടും സ്റ്റേറ്റ്മെൻ്റായിട്ട് റിട്ടേൺ കൊടുത്താൽ അവിടെ അടച്ച നികുതി സെൻട്രൽ പൂളിൽ കിടക്കേണ്ടത് തിരിച്ചു കൊണ്ടുവരും. ഇത് ചെയ്യാത്തത് കൊണ്ട് ഒരു വർഷം 5000 കോടി നഷ്ടമായി. നിങ്ങൾ 5 കൊല്ലം കൊണ്ട് ഈ ഗവൺമെൻറ് 25000 കോടി നഷ്ടമാക്കിയെന്ന് ഞാൻ പറഞ്ഞു. എന്നെ കളിയാക്കി എല്ലാവരും. 25000 കോടിയൊന്നും. എൻ്റെ ഭാഗ്യത്തിന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇതേ റിപ്പോർട്ട് കൊടുത്തു, 25000 കോടി നഷ്ടമായത്. ഇപ്പം എവിടെയാണ് ഖജനാവിൻ്റെ ചോർച്ച? ആ ചോർച്ച അടയ്ക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.